വാട്ടിപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം മാത്രം നമുക്ക് റിഫ്ലക്ട് ചെയ്തിട്ടുള്ളൂ, നമ്മൾ ജെൻഡർ അല്ല. ഈ ഓറിയന്റേഷൻ എന്താണെന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ അന്നത്തെ കാലത്ത് നമുക്ക് ആ ടൈമിൽ നമുക്ക് ജെൻഡർ ഓറിയന്റൽ ഒന്നും കാര്യങ്ങൾ നമുക്ക് അറിയത്തില്ല. ആ പോയിന്റിൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ഫോർ എവ്രി വൺ. ഇപ്പോഴും നമ്മുടെ സമൂഹം പറയുന്നത് നല്ലൊരു അടി കൊടുത്താൽ ശരിയാവുമായിരുന്നു എന്ന് പറയുന്ന ആൾക്കാർ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. മമ്മി എന്നെ അടി സൂപ്പർ അടി, ജന്മത്ത് മറക്കാത്ത രീതിയിലുള്ള അടി കിട്ടി. എന്റെ അച്ഛന് കാണാനെ ജെൻഡർ ഈസ് നോട്ട് എറ്റ് ഓൾ മാറ്റർ ഫോർ എനി. അച്ഛൻ്റെ ഫാമിലി ഇസ് വെരി വെൽ നോൺ ഫാമിലി. ഡോക്ടർ ഭൂപൻ ഹസാരിക ഒരു മ്യൂസിക് ഡയറക്ടർ ബോളിവുഡിൽ. So he is my അച്ഛൻ അമ്മവൻ. So we are from that family. Relation ഉണ്ട്. He was an Assamese actor. Okay. So it was long time relation. So he got married last year. എനിക്ക് എല്ലാം ഷെയർ ആക്കാൻ പറ്റും, എൻ്റെ കട്ടിൽ ഞാൻ ഷെയർ ആക്കാൻ പറ്റില്ല. എൻ്റെ ഫസ്റ്റ് അട്രാക്ഷൻ പറഞ്ഞിട്ട് എൻ്റെ ഒരു ടീച്ചർ. സെക്കൻഡ് വർക്ക് വിത്ത് രഹ്മാൻ സർ, നമ്മുടെ പഴയ ആക്ടർ രഹ്മാൻ സർ. സോ ഹാൻസം, മൈ ക്രഷ്. എനിക്കും മഞ്ജു ചേച്ചിക്കും ഭയങ്കര ഒരു ക്ലോസ് റിലേഷൻ ഉണ്ട്, ബോണ്ട് ഉണ്ട്. ദീപിക പഡുക്കോണിന്റെ ഞാൻ ഫിലിം ഫെയറിന് വേണ്ടി കൽക്കട്ടയിൽ ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടി. പകുതി പണം കൊണ്ട് വീട് നിർമ്മിക്കാം, ബാക്കി പകുതി പണം 50 മാസ തവണകളായി തിരിച്ചടച്ചാൽ മതി, അതും പലിശയില്ലാതെ. കൂടാതെ മാസ തവണകളുടെ 20% സബ്സിഡി. വെയ്റ്റ് ഹോംസ് ഫോർ പ്രൈവറ്റ് ലിമിറ്റഡ്. കണ്ണൂർ മുതൽ എറണാകുളം വരെ ഹോംസ് ഫോറിന്റെ സേവനം ലഭ്യമാണ്. വീട് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഫ്രീ ആയി വീടിന്റെ പ്ലാൻ. കൂടുതൽ വിവരങ്ങൾക്ക് വെയ്റ്റ് ഹോംസ് ഫോർ പ്രൈവറ്റ് ലിമിറ്റഡുമായി ബന്ധപ്പെടുക. വെയ്റ്റ് ഹോംസ് ഫോർ പ്രസൻസ് ഗെറ്റ് സെറ്റ് ടോക്ക് വിത്ത് സൗമ്യയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം ബോൾഡ്, ബ്യൂട്ടിഫുൾ ആൻഡ് വെരി സക്സസ്ഫുൾ ജാൻമണി ദാസ്. വെൽക്കം ജാൻ. താങ്ക് യു. സോ നമ്മളെപ്പോഴും സ്ത്രീകളെ, ബോൾഡ് ആയിട്ടുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ കരിയറിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ലേഡീസിനെയൊക്കെ നമ്മൾ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ എന്ന് പറയും. പക്ഷെ റിയൽ ആയിട്ടുള്ള ബോൾഡ്, ബ്യൂട്ടിഫുൾ ആൻഡ് ഈ ഒരു പൊസിഷനിലേക്ക് എത്താനായിട്ട് ഒത്തിരി സ്ട്രഗിൾ ചെയ്ത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു പൊസിഷനിലേക്ക് എത്തിയ വ്യക്തിയാണ്. സോ ഹൗ ആർ യു ഫീലിംഗ് കരിയർ വൈസ്, പേഴ്സൺ വൈസ്, ഈ ഒരു സ്റ്റേജിൽ എന്താ തോന്നുന്നത്? കരിയർ വൈസ് സ്റ്റിൽ വി ആർ സ്ട്രഗ്ലിംഗ്. ദാറ്റ് ഈസ് സ്ട്രഗിൾ വിൽ ബി ഫോർ ഹോൾ ലൈഫ്. നമുക്ക് പറയാൻ പറ്റില്ല, ബിക്കോസ് എല്ലാം ദിവസം നമുക്ക് വേറെ വേറെ ഒരു ചാലഞ്ച് വരണുണ്ടോ. സോ നമുക്ക് അതനുസരിച്ചിട്ടാണ് നമ്മൾ മുന്നിട്ട് പോകുന്നത്. The second thing, successful പറഞ്ഞില്ല, I think still I'm a struggler. Obviously എനിക്ക് ഞാൻ ഒരു 300+ ആർട്ടിസ്റ്റിൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, മൊത്തം സെലിബ്രിറ്റീസ് ഓൾ ഓവർ ഇന്ത്യ. സോ അതനുസരിച്ചിട്ട് ഒബ്വിയസ്ലി സക്സസ്ഫുൾ ആണ്, പിന്നെ ഹാപ്പിയാണ്. പേഴ്സണൽ ലൈഫിൽ ഒബ്വിയസ്ലി ഭയങ്കര ഹാപ്പി, ബിക്കോസ് എൻ്റെ ഫാമിലി, എൻ്റെ രണ്ട് അനിയനുണ്ട്, പിന്നെ എൻ്റെ ഫ്രണ്ട് സർക്കിൾ. സോ ഇപ്പോൾ ഫ്രണ്ട് സർക്കിൾ പറഞ്ഞാൽ നമുക്ക് ഭാവന ഉണ്ടോ, മഞ്ജു ചേച്ചി ഉണ്ടോ, രഞ്ജിനി ചേച്ചി ഈസ് വെരി ക്ലോസ് ടു മീ, ബിക്കോസ് ഈസ് മൈ ലൈക്ക് എൻ്റെ ചേച്ചിയെ പോലെ. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടോ, ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് ബബ്ബി ഉണ്ടോ, പിന്നെ അങ്ങനെ ശശാങ്ക് ഉണ്ടോ. സോ വികാസ് ഈസ് വെരി ക്ലോസ് ടു മീ. രഞ്ജു ഒബ്വിയസ്ലി നമ്മൾ സിസ്റ്റേഴ്സാണ്. സോ ദർ ഇസ് നോ ഡിഫറൻസസ് മീ ആൻഡ് രഞ്ജു. സോ അത്ര ആൾക്കാർ എൻ്റെ കൂടെ ഉണ്ടായിട്ട് ഞാൻ ഒബ്വിയസ്ലി ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് പറയാൻ നമ്മൾ അത്ര ഉണ്ടായിട്ട് പിന്നെ നമ്മൾ ഹാപ്പി ഇല്ല പറയുന്നില്ല, അത് മോശമായി പോകും. എന്നാൽ എവിടെയൊക്കെ ഒരു വിഷമമുണ്ടല്ലേ, അത് കാരണം ഈ പറഞ്ഞ ഡയലോഗിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഏറ്റവും കൂടുതൽ നമ്മൾ ലൈഫിൽ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങളൊക്കെ പോകുന്നത്. നമ്മൾ ഒരു ചൈൽഡായിരിക്കുന്ന സമയത്ത് നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും, പക്ഷേ റിയാലിറ്റി ഓഫ് ലൈഫിലേക്ക് എത്തുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലൊരു ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നുണ്ട്. സൊസൈറ്റിയിലേക്ക് നമ്മൾ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഇറങ്ങുന്ന സമയത്ത്. ബട്ട് ജാനിനെ സംബന്ധിച്ചിടത്തോളം ജാന് പോകേണ്ടി വന്ന ആ ഒരു മെൻ്റലായിട്ടുള്ളൊരു സ്ട്രഗിൾ എന്ന് പറയുന്നത് എത്രയൊക്കെ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞാലും അതിനൊരു ലിമിറ്റ് ഉണ്ടല്ലേ. ഞങ്ങളൊക്കെ സാധാരണ ആൾക്കാർ പറയുമ്പോൾ ഏറ്റവും ആ ഒരു ഇനീഷ്യൽ ഡേയ്സ്, അതായത് കുഞ്ഞിലെയുള്ള സമയത്ത് എങ്ങനെയായിരുന്നു മൈൻഡിനെ കൺട്രോൾ ചെയ്തിരുന്നത് ഈ സിറ്റുവേഷൻസിലൊക്കെ വരുമ്പോൾ? ആ ചെരുപ്പ് വയസ്സത്തിൽ എനിക്ക് കുറേ സാധനങ്ങളും എനിക്ക് ഇപ്പോൾ അറിയാൻ പറ്റില്ല, ബിക്കോസ് നമുക്ക് ഒരു ടീനേജർ ടൈമിൽ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ലൈഫ്. ബിക്കോസ് എൻ്റെ ഫസ്റ്റ് അട്രാക്ഷൻ പറഞ്ഞിട്ട് എൻ്റെ ഒരു ടീച്ചറുണ്ട്, നോട്ട് ഇൻ മൈ സ്കൂളിൽ, നമ്മളുടെ അടുത്ത ഒരു കുട്ടികളുടെ സ്കൂളുണ്ട്, ആ സ്കൂളിൻ്റെ ഒരു ടീച്ചറിൻ്റെ കൂടെ ഭയങ്കരമായിട്ട് അട്രാക്ഷൻ ഉണ്ട്. പക്ഷെ നമ്മൾ ആ ടൈമിൽ അറിയാൻ പറ്റില്ല, ബിക്കോസ്
ഇപ്പോൾ കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാവും സെക്സ്വലി എന്താ പറയുക ജെൻസ് ആണ്, ലേഡീസ് ആണ്, ട്രാൻസ്ജെൻഡേഴ്സ് ആണ്, ഗേ ആണ്. സോ ഈ കാര്യങ്ങളും നമുക്ക് ഇപ്പോൾ ഇൻ്റർനെറ്റിൻ്റെ അത്ര നമ്മൾ വന്ന് ആൾക്കാർക്ക് അത്ര മനസ്സിലാവുന്നത്. ഈ ഓറിയന്റേഷൻ എന്താണെന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ അന്നത്തെ കാലത്ത് തന്നെ നമുക്ക് ആ ടൈമിൽ നമുക്ക് ജെൻഡർ ഓറിയന്റൽ ഒന്നും കാര്യങ്ങൾ നമുക്ക് അറിയത്തില്ല. സോ നമ്മൾ മനസ്സിൽ എന്താ തോന്നുന്നു അതൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളൂ. പിന്നെ എൻ്റെ ഗ്രാൻഡ് മദർ എന്നെ ഭയങ്കര സപ്പോർട്ടീവ് ഉണ്ട്. കാരണം കൂടെ ആടെ എന്തെങ്കിലും ചീത്ത പറഞ്ഞില്ല ആള് സമ്മതിക്കില്ല. പിന്നെ എൻ്റെ അങ്കിൾസ് ആൻറ്റീസ് എല്ലാവരും ലൈക്ക് ഭയങ്കര ക്ലോസ് ആയിട്ട് ഇരിക്കുന്ന കുറേ ആൾക്കാരീസ് ഉണ്ട്. സോ ഇപ്പം എൻ്റെ 3 aunties are there. So one is in High Court lawyer ആണ് ഗുവാഹത്തിയിൽ, ഗവൺമെൻറ് ലോയർ. സോ 1 ടീച്ചർ, 1 വൈസ് പ്രിൻസിപ്പൽ, she got just retirement. സോ ഈ 3 ആൻറ്റി എൻ്റെ ഫ്രണ്ട്സിനെ പോലെ എൻ്റെ അമ്മൻ്റെ കുറ്റങ്ങളും നമ്മൾ ഷെയർ ആക്കും. സോ അങ്ങനെയാണ് ക്ലോസ്നെസ്. പിന്നെ എല്ലാവരും പറയുന്ന ഒരു കാര്യമേ ഉള്ളൂ, എന്തെങ്കിലും ചെയ്യൂ. ബിക്കോസ് വാട്ടെവർ നമ്മൾ ചെയ്യുന്ന കാര്യം മാത്രം നമുക്ക് റിഫ്ലക്റ്റ് ചെയ്തിട്ടുള്ളൂ, നമ്മൾ ജെൻഡർ അല്ല. കാരണം ഇപ്പോൾ ജെൻഡറായിട്ട് നമ്മൾ റിഫ്ലക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അത് ഇൻ ഫ്യൂച്ചർ വർക്ക്ഔട്ട് ആവില്ല. ബട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും ജോലികൾ നമ്മൾ ബിഹേവിയേഴ്സ് നമ്മളെ ആൾക്കാർക്ക് ആ പേര് മാറുന്നത് ഇങ്ങനെയാണ്, അങ്ങനെ ആ രീതിയിലേക്ക് മാത്രമേ നമുക്ക് തിരിച്ച് കിട്ടിയിട്ടുള്ളൂ. സോ ജസ്റ്റ് ഓൾവേസ് ലൈക്ക് ബി കെയർഫുൾ, നമ്മൾ പേരെ ചീത്താവില്ല. അത്ര മാത്രം നോക്കി നമുക്ക് നന്നായി പെരുമാറുക, നല്ല രീതിയിൽ ജോലി പേരുണ്ടാക്കി എടുക്കുക അല്ലേ? അതെ. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അപ്പം ജാൻ്റെ ഒരു ചേഞ്ച് ഓവറിന് വീട്ടിൽ നിന്ന് തന്നെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. യൂഷ്വലി കുട്ടികളിൽ ഇങ്ങനെ ഒരു സംഭവം പേരൻസ് പൊതുവെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, എങ്കിൽ പോലും അവരതിനെ ഇഗ്നോർ ചെയ്യുകയോ അല്ലെങ്കിൽ കുട്ടീനെ വേറെ രീതിയിൽ സൈക്കോളജിക്കലി എന്താ പറയുക, ഇത് അങ്ങനെയല്ല വേണ്ട, അങ്ങനെയല്ല വേണ്ട. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരാൾ ട്രാൻസ് വുമൺ ആവാൻ അല്ലെങ്കിൽ ട്രാൻസ്മാൻ ആവാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവർ അതിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഇപ്പോഴും നമ്മൾ സമൂഹം പറയുന്നത് നല്ലൊരു അടി കൊടുത്താൽ ശരിയാവുമായിരുന്നു എന്ന് പറയുന്ന ആൾക്കാർ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. അപ്പൊ ഇത് നോർമലി എല്ലാരും ചെയ്യുന്ന കാര്യമാണ്. അങ്ങനത്തെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ ജാന്റെ ലൈഫിൽ? എൻ്റെ അമ്മ അടിക്കട്ടെ, കുറെ അടിക്കട്ടെ. ബിക്കോസ് നമുക്ക് പറയാൻ പറ്റില്ല 5 fingers is never same. There is lots of differences is there. Because my brother, when my younger brother, second one, when he is going to school, so അവൻ്റെ ഫ്രണ്ട്സ് കുറേ പറയും ഇങ്ങനെയാണ് നിന്റെ ചേട്ടന് പറയുന്നത്, പിന്നെ ചേച്ചിനെ പോലെ അങ്ങനെ മനസ്സിലാവില്ല. അവനെ വീട്ടിൽ വന്നിട്ട് പ്രശ്നമാക്കും. പിന്നെ മമ്മിക്ക് ദേഷ്യം വന്നിട്ടില്ല, മമ്മി എന്നെ അടിക്കും. പക്ഷെ അച്ഛന് ഓപ്പോസിറ്റ്, അച്ഛൻ പറയുന്നത് അങ്ങനെ ചെയ്യണ്ട കുട്ടികൾ. അച്ഛന് ഇന്ന മോഡല് നമ്മളെ 3 കുട്ടികൾക്ക് ആർക്കും അടിച്ചിട്ടില്ല. ദേഷ്യം എത്ര ദേഷ്യം പിടിക്കില്ല അച്ഛന്, എന്തെങ്കിലും വേണോ അത്രേ ഉള്ളൂ, അത്ര ആ ചിരിക്കും. പക്ഷെ മമ്മി ഭയങ്കര അടി. പിന്നെ കുറച്ചായിട്ട് മമ്മി എൻ്റെ ആൻറ്റി അങ്കിൾസ് എല്ലാവരുടെ കൂടെ പഠന കാരണം സൊസൈറ്റി നമ്മളെല്ലാവരും കാര്യങ്ങളും കേട്ടിട്ട് ജീവിക്കാൻ പറ്റില്ല. ഇത് ഏത് ഏജിലാണ്? അത് ഒരു എൻ്റെ 10, 11, 12 ekdom teenage. Ekdom teenage. Pre-teenage എന്ന് പറയുന്ന ടൈം അല്ലേ? എനിക്ക് എൻ്റെ മെയിൻലി എൻ്റെ ലൈഫിൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് പറഞ്ഞില്ല ഈ ബേസിക്കലി നമ്മളുടെ ഓറിയൻറ്റേഷന് വേണ്ടി. പിന്നെ എൻ്റെ അച്ഛൻ റെയിൽവേയിലാണ്. in school എനിക്ക് അടുത്ത സ്കൂളിലെ ആ ടീച്ചർ he is also very young and after MA he is coming he was very handsome. He was very handsome. So like we always look from that window. So he used to so നമ്മൾ ഈ എൻ്റെ കൂടെ ഇരിക്കുന്ന കുട്ടികളുണ്ടായി. സോ നമ്മൾ എല്ലാ ടൈമിൽ പോയിട്ട് നോക്കുന്ന ഓടുന്നേ ആല് വരും. സോ അങ്ങനെ ഈ കുട്ടി നമ്മളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ സംസാരിച്ച് അതാ എൻ്റെ മമ്മിയുടെ സഭയിലേക്ക് കിട്ടി കഴിഞ്ഞിട്ട് മമ്മി എന്നെ അടി സൂപ്പർ അടി, ജന്മത്ത് മറക്കാത്ത രീതിയിലുള്ള അടി കിട്ടി. എൻ്റെ അച്ഛന് കാണാനെ അങ്ങനെ അടിക്കണ്ട പറഞ്ഞിട്ട്. സോ നൈറ്റ് ഞാൻ വിശ്വസിച്ചു. പിന്നെ ഈ അമ്മ അച്ഛന് സംസാരിക്കുന്ന ഞാൻ രാത്രി കെട്ടി. അച്ഛന് പറഞ്ഞ കുഴപ്പമില്ല, ഒരു 2-3 മാസമേ ഉള്ളൂ, +2 കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കൂടെ കൊണ്ടുപോയിക്കൊള്ളാം അവിടെ. കാരണം എൻ്റെ അച്ഛൻ ഹിൽ സ്റ്റേഷനിലാണ് ജോലി, NC ഹിൽസിൽ. ലാസ്റ്റ് ടൈം മൈറ്റ് ബി യു പീപ്പിൾ ഹാഡ് ടു സീൻ ഇറ്റ് ദാറ്റ് ഹാഫ്ലോങ് പറഞ്ഞിട്ട് ഒരു ലാൻഡ് സ്ലൈഡിങ് ആയിട്ട് മൊത്തം റെയിൽവേ സ്റ്റേഷൻ പോയി അല്ലേ.
ആണോ? ഓക്കെ. അങ്ങനെ ഒരു ന്യൂസ് ഉണ്ട്, അത് ഇപ്പോൾ ഉണ്ടോ ആ ഫ്ലഡ് ടൈമിൽ. ഓക്കെ. സോ ഐ തിങ്ക് ഇറ്റ്സ് ലാസ്റ്റ് ഇയർ. സോ ആ സ്റ്റേഷനിലാണ്. സോ എക്സൈസ് ഒന്നും ഇല്ല. സോ ഞാൻ കേട്ടിട്ട് ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഞാൻ ഡാൻസ് ക്ലാസ്സിൽ പോകാൻ പറ്റില്ല, പിന്നെ അച്ഛനെ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് എനിക്ക് അച്ഛൻ്റെ വേണ്ടി കുക്കിംഗ് ചെയ്യണം, സ്കൂളിൽ പോകണം, ടീച്ചേഴ്സ് ജോലി, എനിക്ക് നടക്കില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പം തന്നെ പിറ്റേ ദിവസം സ്കൂളിൽ ഡ്രേസില്ലേ, ബാഗിലെ സ്കൂൾ ബുക്സ് ഒന്നുമില്ല, കുറച്ച് ടൂന്നി. സോ ഞാൻ വെച്ചാൽ ആൻറ്റിയുടെ വീട്ടിൽ പോവും. ഞാൻ വന്നിട്ട് റെയിൽവേ സ്റ്റേഷനിൽ നേരിട്ട് ഞാൻ സ്റ്റേഷൻ മാസ്റ്റർക്ക് പറഞ്ഞ്, അങ്കിൾ എൻ്റെ അച്ഛൻ പറഞ്ഞ് ആൻറ്റിയുടെ വീട്ടിൽ പോകണം, എൻ്റെ ട്രെയിനിൽ വിടാൻ വേണ്ടി പറഞ്ഞു. സോ ആ സ്റ്റേഷൻ മാസ്റ്റർ എനിക്ക് ഗാഡിയുടെ കമ്പാർട്ട്മെൻറ്റിൽ വന്നിട്ട് ഗുവാഹത്തി റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷൻ മാസ്റ്ററിലെ കബിനിൽ കൊടുത്ത് മതി കുട്ടിക്ക്, ആൻറ്റി കൊണ്ടുപോയി കളെ. ബിക്കോസ് എൻ്റെ അച്ഛൻ്റെ ഫാമിലി ഇസ് വെരി വെൽ നോൺ ഫാമിലി. ഡോക്ടർ ഭൂപൻ ഹസരിക ഒരു മ്യൂസിക് ഡയറക്ടർ ബോളിവുഡിൽ. സോ ഹി ഈസ് മൈ അച്ഛൻ അമ്മവൻ. സോ വി ആർ ഫ്രം ദാറ്റ് ഫാമിലി. സോ ഈ ഗുവാഹത്തി സിറ്റിയിലെ മൊത്തം ആൾക്കാർക്ക് അറിയാം. സ്റ്റേഷൻ മാസ്റ്റർ പറഞ്ഞ ആ കുഴപ്പമില്ല പറഞ്ഞിട്ട് സ്റ്റേഷനിലെ ഗുവാഹത്തി സ്റ്റേഷനിൽ എത്തിയിട്ട് എൻ്റെ ആൻറ്റിയുടെ നമ്പർ, വീട്ടിൻ്റെ നമ്പർ ചോദിച്ചു. ആ ടൈമിൽ നമുക്ക് ഫോണൊന്നുമില്ല, ലാൻഡ് ഫോൺ മാത്രമേ ഉള്ളൂ. സോ വീട്ടിൽ വിളിച്ച് ആൻറ്റി പറഞ്ഞ ഞാൻ എൻ്റെ ആൻറ്റി മെഡിക്കൽ കോളേജിൽ നഴ്സ് സൂപ്പർവൈസർ ഉണ്ട്. സോ ആൾ പറഞ്ഞ് ഞാൻ തിരിച്ച് വന്ന ടൈമിൽ പിക്ക് ചെയ്ത് കൊള്ളാം പറഞ്ഞിട്ട് ആൻറ്റി പറഞ്ഞ് കൊണ്ടുപോയി. ഞാൻ ഭയങ്കര കാരണം എനിക്ക് അടി, കാരണം മൊത്തം മുഖം മാർക്സ് ഉണ്ടല്ലേ, മമ്മി ശരിക്കും അടിച്ച്. ആൻറ്റി എൻ്റെ പറ്റി ചോദിച്ചു. ഞാൻ പറഞ്ഞ എനിക്ക് ജോലിയിൽ വിടാൻ പറഞ്ഞ്. ആൻറ്റി അറ്റ് ദ ടൈം ഐ വാസ് ഓൺലി 13.5 years. സോ ആൻറ്റി പറഞ്ഞു ഈ കുട്ടിയുടെ ജോലിയിലേക്ക് വിടാനിട്ട് ആ പൈസ അത് നിങ്ങളൊക്കെ അയക്കുന്നേ, അത് നടക്കില്ല, വാ എൻ്റെ വീട്ടിൽ വാ പറഞ്ഞിട്ട് ആൻറ്റി എനിക്ക് വീട്ടിലേക്ക് കൊണ്ടുപോയി. കൊണ്ടുപോയിട്ട് 1 week കഴിഞ്ഞ് ഞാൻ വീട്ടിലേ ഇല്ല. ആ രീതിയിലേക്ക് ഒരു പേപ്പറിലെ ന്യൂസ് വന്നെ മിസ്സിങ് ആയിട്ടല്ലേ. ഓക്കെ. ആൻറ്റി കണ്ടതേ ഞാൻ ജയിലിൽ പോവും പണ്ട്. ആൻറ്റി അപ്പത്തന്നെ വീട്ടിലെ വിളിച്ച് എൻ്റെ കൂടെ ഉണ്ടോ, എല്ലാവരും നെറ്റി. കാരണം ഞാൻ വീട്ടിൻ്റെ പുറത്തേക്ക് പോയില്ല. ഒരു കുട്ടി ഗുവാഹത്തിയിലെത്തി. കാരണം എത്ര പേടി എനിക്ക് ഉണ്ടായി. ചിലപ്പോൾ ആ പേടി എനിക്ക് ഇപ്പോൾ ഉണ്ടോ, ഇപ്പോൾ ഉണ്ടോ ആ പേടി എവിടെയാണ് ഉണ്ടോ. എനിക്ക് കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുന്ന മുന്നേ എനിക്ക് നല്ല പേടി ഉണ്ടാവും. ഭയങ്കര കോൺഷ്യസ് ആയി പോകും. ശരി വയസ്സത്തിൽ അതൊക്കെ എനിക്ക് കുറിച്ചുണ്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് അച്ഛനമ്മ വന്ന് അമ്മ എനിക്കൊരു ഇതല്ലേ കിട്ടും, വാ വീട്ടിൽ ഞാൻ കൊല്ലും. ഞാൻ വിചാരിച്ചു ആദ്യം നമുക്ക് മനസ്സിലാവില്ല അല്ലോ. സോ അമ്മ പറയുന്ന കൊല്ലും, ദാറ്റ് മീൻസ് കൊല്ലും. ഞാൻ അപ്പത്തിന് ഭയങ്കര ബഹളമാക്കി. ഞാൻ ആൻറ്റിക്ക് വിളിച്ച് പറഞ്ഞു, അപ്പനെ കണ്ട് മമ്മി പറഞ്ഞു എനിക്ക് കൊല്ലും. പിന്നെ ആൻറ്റി കുറേ ചീത്ത പറഞ്ഞിട്ട് നിങ്ങളെ പൊയ്ക്കോ, കുട്ടി എവിടെ ഇരിക്കട്ടെ, നന്നായിട്ട് പേടിച്ചിട്ടുണ്ട്. പിന്നെ അച്ഛന് പറഞ്ഞു ഓക്കെ ആയിക്കോട്ടെ. കാരണം എക്സാമിന്റെ ടൈമില് 2 എക്സാം ഉണ്ട്, 2 എക്സാം ഞാൻ തന്നിട്ടില്ല. ഇപ്പൊ മഞ്ജു ചേച്ചിയുടെ കാര്യം കുറേ പ്രാവശ്യം പറഞ്ഞു. മഞ്ജു ചേച്ചിയുടെ ഒരു സെക്കൻഡ് വരവില് എനിക്ക് തോന്നുന്നു നമ്മൾ ആദ്യം കണ്ട ഫോട്ടോസ്, സിനിമയിലേക്ക് വരുന്നതിന് മുന്നേ അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ ചെയ്യുന്നതിന് മുന്നേ ഫസ്റ്റ് കണ്ട ഫോട്ടോ ജാൻ ചെയ്തതാണ് അല്ലേ? എനിക്കൊന്ന് ഹൗ ഓൾഡ് ആർ യു മൂവിയുടെയും ജാൻ തന്നെയാണ്. ഹൗ ഓൾഡ് ആർ യുടെ ഞാൻ ഒരു ദിവസമേ ചെയ്തിട്ടുള്ളൂ. അത് മാരത്തൺ ലുക്ക് അത് ഭയങ്കര വൈറൽ ആവുകയും ചെയ്തിരുന്നല്ലോ ആ വീഡിയോസ്, ലൈക്ക് പോണി ടെയില്. പക്ഷെ ആ ലുക്കിലാണ് കുറച്ച് മേക്കപ്പ് ഉണ്ട്, ലാഷസ് എല്ലാം ഉണ്ട്. ബാക്കി അവിനാശ് ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് അമലയുടെ കൂടെ ഞാൻ പുറത്തേക്ക് പോകുന്ന ഡേറ്റ് ഉണ്ട്. സോ അമലയുടെ കൂടെ ഞാൻ വേറെ ഒരു മൂവീസിൽ ആ ഡേറ്റ് ക്ലേസ് ആയിട്ട് ഞാൻ അവിനാശിക്ക് ആ മൂവി ചെയ്ത്. ബാക്കി മഞ്ജു ചേച്ചിയുടെ എന്നും എപ്പോഴും വെട്ടായി വാട്ട് കോൾ ദാറ്റ് പാവാട, then ഈ മൂവി എന്താ പറയുക, ഉദാഹരണം സുജാത ലുക്ക് ഐ ഫിക്സ്ഡ് ഇറ്റ് character after reading, because nowadays makeup artists don't read script. So നമുക്ക് ഏതാ മൂവി ചെയ്യുന്നുണ്ടെങ്കിൽ if you wants to become any like professional makeup artist, if you know each and everything, you have to work with that all different circle. ജാൻ ഓൾറെഡി സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് വന്ന ഒരാളാണ്. യൂഷ്വലി ഒരു നമ്മുടെ ഒരു എന്താ പറയാ ഗ്ലാം മേക്കപ്പും മൂവി മേക്കപ്പും വേറെ തന്നെ ഒരു സ്റ്റൈലാണ് ഇവിടെ പോകുന്നത്. പക്ഷേ യു ഹാവ് എക്സ്പീരിയൻസ് ഇൻ ബോത്ത് അല്ലേ? അപ്പൊ ഈ ക്യാരക്ടർ ഇങ്ങനെ സ്ക്രിപ്റ്റ് വായിച്ചിട്ടാണ് മേക്കപ്പ് ഒക്കെ ചെയ്യുന്നത് അല്ലേ? ഇപ്പൊ ഞാനിപ്പോ വീട്ടിലിരിക്കുന്നത്, നമ്മൾ ഒന്നും ഇതുമില്ല. ഈ സെയിം സിറ്റുവേഷനിൽ ഒരു വേറെ ആർട്ടിസ്റ്റ് ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പുട്ടിയടിക്കുന്ന ആവശ്യമില്ല. വി ഹാവ് ടു ജസ്റ്റ് മേക്ക് ഹർ ഫ്രഷ്. ഹൗ വി സെറ്റ് ദ സിറ്റുവേഷൻ. ഫസ്റ്റ് തിങ്ക് when we are doing the makeup, 3 things we have to: why, and what situation, and whose we are doing.
So 3 things we have to think. And second part is coming lighting, director plus cameraman. These 3 is approval. Then only coming for like as a character. ഓക്കെ. സോ ഇപ്പോൾ നമ്മൾ പറയുന്നില്ല ഒരു വില്ലേജ് ക്യാരക്ടർ ഉണ്ടെങ്കിൽ ഡാർക്ക് ആക്കി കളയും, ആ ഓയിലി ഫേസ് ആക്കി കളയും. ഇറ്റ് ഇസ് നോട്ട് എവ്രി വൺ നോട്ട് ലുക്കിംഗ് ദാറ്റ്. നോ, ഇഫ് മോഡേൺ ബ്യൂട്ടിഫുൾ ആസ് വില്ലേജ് ഗേൾസ് ആർ ബ്യൂട്ടിഫുൾ. ഒന്നും ചെയ്തിട്ടില്ലാത്ത ആൾക്കാരില്ല. സോ നമ്മളുടെ ഒരു ഇപ്പോൾ മേക്കപ്പ് ആർട്ടിസ്റ്റ് പറഞ്ഞില്ല, നമുക്ക് ബ്രൈഡൽ മേക്കപ്പ് മാത്രമല്ല, ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. ദാറ്റ് ഈസ് വൺ ഓർ ദ ക്യാരക്ടർ ഓൺലി അല്ലേ. നമുക്ക് ബ്രൈഡ് പറഞ്ഞ ഒരു ക്യാരക്ടർ മാത്രം. അതെ അതെ. So, but when you are makeup artist, you have to know everything because different artists, different skin tone, different hair, different taste. So, ഇപ്പോൾ ഓരോ ആർട്ടിസ്റ്റൊക്കെ ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ട്. എനിക്ക് സത്യം പറഞ്ഞു ഞാൻ ആർട്ടിസ്റ്റിൽ എത്ര 300 ചില്ലാന ആർട്ടിസ്റ്റുകളെ 317 and started with that Lissy ma'am first. ഫസ്റ്റ് മലയാളം ആർട്ടിസ്റ്റ് ലിസി മാം. Lissy ma'am. ഓ She is my lucky charm. അടിപൊളി. നല്ല ഐശ്വര്യമുള്ള മുഖം. ചെന്നൈ. സോറി, നോട്ട് ഓൺലി ലിസി മാം പിന്നെ കല്യാണി. കല്യാണി ഓൾസോ. Kalyani also. So Kalyani was very small. She's a school going girl. So that is my first work. Second work with Rahman sir. നമ്മുടെ പഴയ ആക്ടർ. പഴയ actor Rahman sir. He's so handsome. He's my crush. He's still my crush. He's so innocent. Not only handsome, his face is very innocent. So that one, then after that ഞാൻ തിരിച്ച് വന്നിട്ട് കൊച്ചിയിൽ സൈൻജിക്ക് ഭയങ്കര ഇഷ്ടമായി. സോ വനിതയുടെ മൊത്തം ഷൂട്ട് എവറി മന്ത് 3-4 ഷൂട്ട്. വനിത, വേദ്, ഗൃഹലക്ഷ്മി, മാർട്ടിൻ പ്രകാശ് സർ, I had worked with him. പിന്നെ അനിൽ കുമാർ സാർ ഫോട്ടോഗ്രാഫർ. അനിൽ കുമാർ സാർ ലൈക്ക് നമുക്ക് ഒരു പഠിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അനിൽ കുമാർ സാർ. ഗൃഹലക്ഷ്മിയുടെ ഷൂട്ട്സ് ആയിരുന്നു അല്ലേ? ഷൂട്ട് ചെയ്ത് ഫസ്റ്റ്. അത് കഴിഞ്ഞിട്ട് അനിൽകുമാർ സാറിൻ്റെ കൂടെ ഞാൻ കുഴച്ച് ചെയ്ത് എൻ്റെ ബിഗ് ആഡ് കൊടുക്കുന്ന മീൻസ് കേരളത്തിൽ ലക്ഷ്മി ജ്വല്ലറിയുടെ ഷൂട്ട് ഫസ്റ്റ് അനീഷ് ഉപാസനയുടെ കൂടെ. ഓക്കെ. സോ അനീഷത്തിന് അത് കഴിഞ്ഞിട്ട് എനിക്ക് കല്യാൺ സിൽക്കിന്റെ ഷൂട്ട് കൊടുത്ത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് കല്യാൺ സാരിയുടെ ഷൂട്ട് കിട്ടി. ജയറാം സാരിയുടെ കൂടെ കരിഷ്മ തന്ന ബോംബെ ആക്ട്രസ്. പിന്നെ അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഡാലു എനിക്ക് കൊടുത്ത ജെംസ് ഫെറേര പറഞ്ഞിട്ട് ഒരു ഡിസൈനർ, ഇൻ ബോളിവുഡ് ഡിസൈനർ. സോ അറ്റ് ദാറ്റ് ടൈം കിങ് ഫിഷറിന്റെ കാലണ്ടർ ഗേൾ ആഞ്ചല ജോൺസൺ ഇൻ 2011. ആഞ്ചല ജോൺസന്റെ കൂടെ ബോംബെയിൽ ആ ഷൂട്ട് കഴിഞ്ഞിട്ട് ബോംബെയിൽ എനിക്ക് ഗഹന ജ്വല്ലറി പറഞ്ഞിട്ട് ആഞ്ചല ജോൺസന്റെ വേറെ ഒരു ഷൂട്ട് കിട്ടി. സോ ആ ഷൂട്ട് ചെയ്ത ടൈമിൽ എനിക്ക് ദീപിക പഡുക്കോണിന്റെ ഞാൻ ഫിലിം ഫെയറിന്റെ വേണ്ടി കൽക്കത്തയിൽ ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടി. So at that point, I'm not going to her room. I don't know that I'm doing the Deepika Padukone's makeup. So after seeing, I was savoring it. And she was like that time growing, no? Like ഏത് സിനിമ കഴിഞ്ഞ സമയത്തായിരുന്നു ദീപികയുടെ? Deepika did that Ranbir Kapoor and the movies on the Tamasha. That Ye Dil Hai, Ye Jawani, Ye Diwani. That time, that movies are going on, and that time she was നല്ല കറക്റ്റ് ഭയങ്കര സ്റ്റാർഡം എത്തിക്കഴിഞ്ഞപ്പോ. So she was that, and I was shocked because I got that son's same manager Pierre is handling that Angela Johnson also, Deepika also. Okay. So her makeup artist got stuck in that US because of that what called that fog and weather things. Their flight got cancelled. അങ്ങനെ ചാൻസ് കിട്ടി. So then I work with Sushmita Sen for Vanita cover. Okay. With Sainji, Sushmita Sen, പിന്നെ ജെനിലിയ. സോ അങ്ങനെ ഓരോ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇൻ ബിറ്റ്വീനിൽ പോയി 2011 എനിക്ക് അംലയുടെ മൈനയുടെ സോങ് മാത്രം റിലീസായി. പിന്നെ പ്രൊമോഷന്റെ വേണ്ടി ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് വേണം പറഞ്ഞു. ആ ടൈമിൽ അനീഷ് പോയിട്ട് 2-3 പ്രൊമോഷൻ ചെയ്തിട്ട് പിന്നെ അനീസിക്ക് റീമ ചേച്ചിയുടെ കൂടെ മൂവി ഷൂട്ടുണ്ട്. പിന്നെ അനീസ് ഫ്രീ ഇല്ലാത്ത അറിയില്ല എവറി ചൈന് എനിക്ക് സജസ്റ്റ് ചെയ്ത് കൊടുത്ത്. സൈൻജി എന്നെ സജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ അംലയുടെ കൂടെ പോയി. അംല പറഞ്ഞ് നമ്മൾ ഒരു വനിതയുടെ ഫട്ടീസ് അല്ലേ നമ്മൾ ഫട്ടീസ് ബുട്ടിക്കിന്റെ നൗസിദിന്റെ കുറച്ച് കോസ്റ്റ്യൂം വനിതയുടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ വനിതയുടെ ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ അമല വന്നു. അമലക്ക് മേക്കപ്പ് ചെയ്ത് അമല ഒരു ഷൂസ് വരുന്നത് അപ്പഴേ വേണ്ട ഷൂസ് വേണ്ട എൻ്റെ ഹീല് എടുത്ത് പോയിക്കോ ബ്ലാക്ക് കളർ ഹീല് വിത്ത് ബ്ലാക്ക് ഡ്രസ്.
അമല തിരിച്ച് വന്നിട്ട് അമല നമുക്കൊരു പോർട്ട്ഫോളിയോ ചെയ്യാം. Everyone like it, no, so we'll do it. സൈജിപ്പനെ ഒക്കെ ചെയ്യാം. That is my first portfolio. ഓക്കെ. അമലയുടെ ഒരു കേരള സാരിയിലെ ബിഗ് ബിൻഡി ഷൈൻ ചെയ്തത് അല്ലേ? സൈൻ ചെയ്തത് ഫസ്റ്റ് പോർട്ട്ഫോളിയോ. Me, Amala, Sainji and Naushiridi. So our like one big celebrity. ഒരു ടീം. So അങ്ങനെ ചെയ്തിട്ട് ആ ഫോട്ടോഷൂട്ട് ഭയങ്കര വൈറലായി. സോ അത് കഴിഞ്ഞിട്ട് അമല മൂവി ഗോട്ട് സൂപ്പർ ഹിറ്റ്. മൈന ഗോട്ട് സൂപ്പർ ഹിറ്റ്. സോ മൈന ഹിറ്റ് കഴിഞ്ഞിട്ട് അമലത് നെക്സ്റ്റ് മൂവി ദൈവ തിരുമകൻ, വിക്രം സാറിന്റെ കൂടെ. സോ വിക്രം സാർ എൻ്റെ ഫസ്റ്റ് തമിഴ് മൂവി. ദാറ്റ് ഈസ് മൈ ടേണിംഗ് പോയിന്റ്. വിക്രം സാറിന്റെ കൂടെ ഞാൻ ആ തമിഴ് മൂവി ചെയ്തിട്ട് എനിക്ക് സെക്കൻഡ് മൂവി വാസ് ദാറ്റ് മുപ്പഴതിൻ കൽപ്പനിക്കൽ with that മുപ്പഴതിൻ കൽപ്പനിക്കൽ. ദെൻ അത് കഴിഞ്ഞിട്ട് വെട്ടായി മാധവൻ സാറിന്റെ കൂടെ, ആര്യ മാധവൻ സാർ, സമീര റെഡ്ഡി. So Samira Reddy used to come to our makeup room. Okay. Ajri, do this makeup. ऐसे कर दो. And how makeup artist used to say, madam, what makeup says? Because he'll come and he'll change. So then we become Babu Anna. Babu Anna was doing for Samira. Okay. So Babu Anna has like really respect of, like I never saw one makeup artist vanakkam madam. So that much respect. So നമുക്ക് ആ പഠിക്കാൻ പറ്റും, നമുക്ക് ആ ഈഗോ ഇല്ല. So then we become close. Then Anushka ma'am, Anushka Shetty. So Anushka ma'am was also become very close to me. So Amla's marriage time also she was with me only. Then after Amla's this movies done, then I put it for Avinash. Then Manju Chichi came back. Okay. So then I started working with Manju Chichi non-stop. So till 2006. അതുവരെ ഈ ഒരു പറയുന്ന മഞ്ജു ചേച്ചിയുടെ പോർട്ട്ഫോളിയോ ചെയ്യുന്നത് വരെ, പോർട്ട്ഫോളിയോ എല്ലാവരും നമ്മുടെ മാഗസിൻ സ്റ്റൈലിന്റെ ലോഞ്ചിങ്, അതുവരെ ഇന്നർ സർക്കിളിൽ, അതായത് നമ്മുടെ ഫാഷൻ അഡ്വർടൈസ്മെന്റ് അങ്ങനെയുള്ള ഇൻഡസ്ട്രിക്കകത്ത് അറിയപ്പെടുന്ന പേരായിരുന്നെങ്കിലും സാധാരണ ആൾക്കാരുടെ ഇടയിൽ പേര് ഭയങ്കര ഫെമിലിയർ ആയത് മഞ്ജു ചേച്ചിയുടെ ചെയ്തതിന് ശേഷമാണെന്ന് തോന്നിയിട്ടുണ്ടോ? എക്സാക്ട്ലി. ബിക്കോസ് അറ്റ് ദ ടൈം ലൈക്ക് മഞ്ജു വാര്യർ came back, I don't know. ബിക്കോസ് അമല ആ ടൈമിലെ ഹിറ്റ് ഓൺലി തമിഴിൽ. മലയാളത്തിൽ എത്ര മൂവി ഒന്നും ചെയ്തിട്ടില്ല. ആൻഡ് അമല അത് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് ചെറിയൊരു ബനിത കവർ ഷൂട്ട് ചെയ്തിട്ട് എനിക്ക് കുറച്ച് നെയിം ആൻഡ് ഫെയിം എനിക്ക് കിട്ടി. ഓൾമോസ്റ്റ് ഞാൻ എസ്റ്റാബ്ലിഷ് ആയി. പക്ഷെ മഞ്ജു ചേച്ചി ഇസ് ദറ്റ് ലൈക്ക് മഞ്ജു ചേച്ചി വന്ന് എൻ്റെ പേര് ഡിഫറെൻ്റ് ആയി. സോ ദാറ്റ് ഈസ് ദ റീസൺ എനിക്കും മഞ്ജു ചേച്ചിക്കും ഭയങ്കര ഒരു ക്ലോസ് റിലേഷൻ ഉണ്ട്, ബോണ്ട് ഉണ്ട് നിങ്ങൾ തമ്മിൽ, ഭയങ്കര ബോണ്ട്. ഇന്നലെ ഞാൻ മഞ്ജു ചേച്ചിയെ വിളിച്ചിട്ട് കുറേ സംസാരിച്ചു മോർണിംഗ്. ചേച്ചി ചെന്നൈയിലാണ്. നമ്മൾ വർക്ക് പർപ്പസ് റിലേഷൻ അല്ല. മഞ്ജു ചേച്ചി ആയിക്കോട്ടെ, രഞ്ജിനി ചേച്ചി ആയിക്കോട്ടെ, രഞ്ജിനി ചേച്ചി ലൈക്ക് മൈ സിസ്റ്റർ. എനിക്ക് എപ്പോഴും മൂഡ് ഓഫ് ആയിപ്പോഴും ചേച്ചി രീതി കാണാൻ. So I'll go to her house. ലൈഫിലെ നമ്മളെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും. നമ്മളെ ആഗ്രഹങ്ങളാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ജാൻമണി വളരെ നല്ലൊരു പൊസിഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്, സക്സസ്ഫുൾ ആണ്, ടോപ്പ് 5 മേക്കപ്പ് ആർട്ടിസ്റ്റുകളിൽ ടോപ്പ് നെയിമായിട്ട് നിൽക്കുവാണ്. പക്ഷേ ഇനി ഫ്യൂച്ചറിൽ ആഗ്രഹമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? എനിക്ക് സത്യം പറയില്ല, ആക്ടിങ്. ഞാൻ ഒരു മൂവി ചെയ്ത് സീനൽ ബാസിന്റെ കൂടെ, വികാരം പറഞ്ഞിട്ട് ഒരു മൂവി. It's going to be might be released, I don't know. Okay. One of the like lead character with Basi. Really? Wow, super. It is very positive and very nice character. And main thing is me and Srinath Basi only. അടിപൊളി. So വലിയ ലോങ് ടൈം വിഷ് ആയിരുന്നോ? Oh. അതായത് ഡാൻസറായി അന്ന് തിയേറ്ററിൽ വന്നപ്പം വെച്ചിരുന്ന ആഗ്രഹം ഇപ്പൊ സാധിച്ചു. ഞാൻ വിചാരിച്ചു ഒരു നല്ലൊരു കരിയർ സെറ്റ് ആയി കഴിഞ്ഞപ്പോൾ അതൊക്കെ മറന്നു എന്ന്. പക്ഷേ ഇറ്റ്സ് ഓൾവേസ് ദേർ അല്ലേ? And most beautiful thing, one shot okay. So everyone like I was like very professional, long pinny Manju chi, but I did good job. And മലയാളത്തിൽ ഞാൻ ഡബിങ് ചെയ്ത്. നോർമലി സംസാരിക്കുന്ന ടൈമിൽ എൻ്റെ മലയാളം ഭയങ്കര തെറ്റുകളും ഉണ്ടാവും. പക്ഷെ കറക്റ്റ്ലി മലയാളം പാട്ടുകളുണ്ടെങ്കിൽ എനിക്ക് ആ കറക്റ്റ് വേർഡിങ്സ് എനിക്കറിയാം. ഡബിങ് ചെയ്ത ടൈമിൽ ഞാൻ കുറെ ശ്രദ്ധിച്ചിട്ട് ഞാൻ ചെയ്തിട്ടുള്ളൂ. പക്ഷെ പറയുന്നുണ്ട്. പക്ഷേ കുഴപ്പമില്ല, നാച്ചുറൽ ആയിട്ട് വരുന്നത് അത് കേൾക്കാൻ ഒരു രസമാണ്. കൊഞ്ചി കൊഞ്ചി. സോ that movie I had done. ആ മൂവിയുടെ വേണ്ടി ഞാൻ കുറെ വെയിറ്റിംഗ്. അടിപൊളി, ലോങ് ടൈം വിഷ് അങ്ങനെ സാധിച്ചിരിക്കുകയാണ്. കുറെ ക്യാരക്ടേഴ്സ് എനിക്ക് കിട്ടി, പക്ഷെ എനിക്ക് ഇഷ്ടമായിട്ടില്ല. ഞാൻ കുറെ നോ പറഞ്ഞ് ഈ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സോ ഈ മൂവി ചെയ്ത്. സോ ദാറ്റ് ഈസ് മൈ വിഷ്. ആൻഡ്
main wish like I wants to make my friends, my family, whoever with me, them to be happy. So then I'll be automatically happy. അവർ സന്തോഷം, നമ്മുടെ കൂടെയുള്ളവർ സന്തോഷമായി നമുക്ക് സന്തോഷമാണല്ലോ അല്ലേ? അത് വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. Because നമുക്ക് ഒറ്റയ്ക്ക് സന്തോഷം ചെയ്തിട്ട് നമുക്ക് ഷെയർ ആക്കുന്ന ഒരാൾ വേണ്ടേ? വേണ്ടേ? ആരെങ്കിലുമൊക്കെ വേണ്ടേ? ആ, അതാണ് ഞാൻ ചോദിക്കാൻ വന്നത്. എന്താണ് അഭിപ്രായം? ആരെങ്കിലുമൊക്കെ വേണ്ടേ? സത്യം വേണം. സോ അതിനു വേണ്ടി നമ്മളുടെ കൂടെ ഇരിക്കുന്ന നമ്മുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഫാമിലി ആയിക്കോട്ടെ, ഫ്രണ്ട്സിന്റെ കാര്യം അല്ല ചോദിച്ചത്. ഓ കിട്ടില്ല, കിട്ടണില്ല. ഐ ലൈക്ക് എന്റെ ഡ്രീം ഞാൻ മഞ്ജു ചേച്ചിക്ക് എപ്പോഴും അത് ഞങ്ങളും കൂടെ ഒന്ന് കേട്ടോ പ്ലീസ്. ഐ വാണ്ട്സ് ടു ഗെറ്റ് മാരീഡ് ടു ഫോറിനേഴ്സ്. ഓഹോ, ഒരു വലിയ വീട്, ലൈക്ക് ഒരു 2-3 കാർ ഡൗൺ സൈഡ്. മോർണിംഗ് ഞാൻ ഇങ്ങനെ ഒരു ഗൗൺ വെച്ചിട്ട്, ഒരു ലോങ് ഗൗൺ വെച്ചിട്ട് സ്റ്റെപ്സ് വരാം. ഭയങ്കര ഫിൽമി ഡ്രീം. Then താരെ നോക്കി, ഓ ഡ്രൈവർ keep this car, okay? Now പോയിട്ട് കുറേ ഷോപ്പിംഗ് ചെയ്യാം. Please send the bill to my husband office. My things is like, my money is my money. Your money also my money. Your money also my money. ചെറിയ ചെറിയ മോഹാണല്ലോ. എന്നിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്തിന് കിട്ടിയോ? എന്റെ റിലേഷൻ ഉണ്ട്. He was an Assamese actor. Okay. So it was long time relation. So he got married last year. ഓ അയ്യോ, ഫ്രണ്ട്ഷിപ്പ് ഉണ്ടോ? We have a very good friendship. നമുക്ക് മനസ്സിനിണങ്ങിയ ഒരു ആള്, നമുക്ക് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാനും നമ്മളെ നന്നായിട്ട് മനസ്സിലാക്കുന്ന ഒരാളെ കിട്ടിയിട്ട് നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ഇപ്പൊ അറിയുന്ന പോലെ അത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലല്ലോ. ഇല്ല, നമുക്ക് കല്യാണം പറഞ്ഞില്ല ആ ട്രേഡ് മാർക്ക്. ഐ തിങ്ക് വി ഡോണ്ട് വാണ്ട് ഇഫ് യു ഹാവ് ദ റെസ്പെക്ട് ആൻഡ് ദീസ് തിങ്സ്, യു നോ. ആൻഡ് nowadays normal girl and boys marriage is having many problem. അതെ അല്ലേ? സോ ദാറ്റ് ഈസ് നാച്ചുറൽ മാരേജ്. ആൻഡ് മാരേജ് പറഞ്ഞ ഒരു കാര്യം ചെറിയ കാര്യമല്ല. നമുക്ക് കുട്ടികളിന് വേണ്ടി നമ്മൾ കുറേ കല്യാണം കഴിച്ചിട്ട് നമുക്ക് കാണിക്കാം മീഡിയയിൽ ഇങ്ങനെ അങ്ങനെയാണ് നമ്മൾ കല്യാണം കഴിച്ച്. പക്ഷെ അതാ കൊണ്ടുപോകാൻ വേണ്ടി ആ ഗട്ട്സ്, ദാറ്റ് ഈസ് ദ റീസൺ എനിക്ക് ആ സൂര്യാദ് ഇസന്റെ കൂടി ഭയങ്കര റെസ്പെക്ട് ഉണ്ടോ. അതെൻ്റെ പേര് കറക്റ്റ് ഫാമിലി രീതിയിലേക്ക് കൊണ്ടുപോകും. സോ ആ രീതിയിലേക്ക് കൊണ്ടുപോകണം. പക്ഷെ എനിക്ക് ഭയങ്കര പേടി. അങ്ങനെ ഒരു വളരെ സ്ട്രോങ് ആയിട്ട് മെയിൻ പ്രോബ്ലം ഇതൊക്കെ എനിക്ക് അറിയില്ല. അത് പറയുമ്പോൾ എനിക്ക് എല്ലാം ഷെയർ ആക്കാൻ പറ്റും. എൻ്റെ കട്ടിൽ ഞാൻ ഷെയർ ആക്കാൻ പറ്റില്ല. എനിക്ക് വേറെ ഒരു ആൾ എൻ്റെ റൂമിലേക്ക് ഇറക്കാൻ പറ്റില്ല. ഇച്ചിരി ബുദ്ധിമുട്ടാവുമല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ ആരാ കല്യാണം കഴിക്കുക? അതിച്ചിട്ട് പുറത്തേക്ക് ആക്കൂല്ലേ പിറ്റേ ദിവസം പോടി മോലെ പറഞ്ഞിട്ട്. ഓ എനിക്ക് സത്യം പറ്റില്ല. ഫ്രണ്ട്സ് ഓക്കെ, ഇപ്പൊ എൻ്റെ കൂടെ ഫ്രണ്ട്സ് രഞ്ജു ആയിക്കോട്ടെ, ശശാങ്ക് ആയിട്ട്, അവിനാശ് ആയിക്കോട്ടെ, ഡാലു ആയിക്കോട്ടെ, നമ്മൾ ഷെയർ ആക്കും. പക്ഷെ കല്യാണം കഴിച്ച് അയ്യോ ഇങ്ങനെ വരെ ഓരോ ആൾ ഈ റൂമിലായിരിക്കും. അയ്യോ എനിക്ക് പറ്റില്ല. അപ്പൊ ആദ്യം ഫ്രണ്ട് ആക്കിയാ മതി. അയ്യോ പിന്നെ കല്യാണം കഴിച്ച ഹസ്ബൻഡ് ഫ്രണ്ട് അല്ലെന്ന്. ഇനി ഫ്രണ്ടിനെ കല്യാണം കഴിച്ചാൽ ഹസ്ബൻഡ് കഴിഞ്ഞ ഔട്ട്. അതൊക്കെ സത്യം നടക്കില്ല. എനിക്ക് രാത്രി മെയിൻ പ്രോബ്ലം, എനിക്ക് പില്ലോസ്, ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ പില്ലോസ് എനിക്ക് വേണം കട്ടിലല്ലേ. അല്ലെങ്കിൽ ഞാൻ രാത്രി വീടിനോട് എൻ്റെ സ്വഭാവമുണ്ട്. ഒരു ദിവസം രഞ്ജിന്റെ വീട്ടിലെ ഞാൻ എനിക്ക് മറക്കില്ല. രാത്രി നമ്മൾ 2 പേരെ കിടക്കുന്നത്. രഞ്ജിന്റെ വിൻഡോവും പിന്നെ ആ ജലനും പിന്നെ ആ കട്ടിലിന്റെ കുറച്ച് ഗ്യാപ്പ്, ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടോ. രാത്രി ഞാൻ അവന്റെ വീടിനെ രഞ്ജു ലൈറ്റ് ഇടിച്ചിട്ട് നോക്കി എവിടെയായിട്ട് മോളെ. ഞാൻ പറഞ്ഞ രഞ്ജു വലിച്ചിട്ട് പുറത്തേക്കാക്കാൻ പറ്റിയ സ്ഥലം ചെറിയ സ്ഥലത്ത് കൂടി എത്ര വേണ്ടി ഇത് കട്ടിലുണ്ടായിട്ട് ഉറക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഈ സ്ഥലം മാത്രം കിട്ടിയിട്ടുണ്ട്. സോ ഐ നീഡ് ദ സ്പേസ് ആൻഡ് പ്ലസ് ദിസ് കല്യാണം പറഞ്ഞില്ല ഒബ്വിയസ്ലി കുറേ ഡ്രീം ഇതേപോലെ റിലേഷൻഷിപ്പിൽ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന്? ആ വഴിക്ക് പോയിട്ടുണ്ട്? അല്ല ലോങ് ഡിസ്റ്റൻസ് അല്ലേ. അല്ല അങ്ങനെയല്ല പറയാം, ഞാൻ ഇങ്ങനെയൊക്കെയാണ് കല്യാണം കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട്. അല്ല കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് 2 സാധനം ഉറപ്പായിട്ട് എനിക്ക് വേണം. ഒരു എനിക്ക് ഏത് ദിവസം എനിക്ക് ജ്വല്ലറി ഭയങ്കര തോന്നും, ആ ദിവസം എനിക്ക് ഗോൾഡ് കടയിൽ കൊണ്ടുപോകണം. അല്ലെങ്കിൽ ഞാൻ പ്രശ്നമാക്കും. ടു ഡിമാൻഡിങ്. ദാറ്റ് ഈസ് ഐ ഡോണ്ട് നോ. എനിക്ക് സാരിയും ജ്വല്ലറി അതൊക്കെ ഇട്ടിട്ടില്ലെങ്കിൽ
എനിക്ക് ആവശ്യമില്ല. പറച്ചില് മാത്രമല്ലേ ഉള്ളൂ, ഇതൊന്നും കാര്യമായിട്ട് യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് വളരെ മിനിമൽ മേക്കപ്പിലാണല്ലോ ആൾ ശരിക്കും നടക്കുന്നത്. പക്ഷെ ജ്വല്ലറി ഇടില്ല, ഞാൻ കളക്ട് ചെയ്യും. കളക്ട് ചെയ്യും. ആണോ? ഭയങ്കര ഇഷ്ടമാണ്. എന്റെ അമ്മയുടെ സ്വഭാവം പോലെ. എന്റെ മമ്മീസ് വെയറിംഗ് മൈറ്റ് ബി 7-6 റുപ്പീസ് ഇയറിംഗ്. ആ സൈക്കിളിൽ വന്നല്ലേ ആൾക്കാർ ആ സാധനം വാങ്ങിച്ചു തരും. പക്ഷെ കളക്ഷൻ ഈ പേഴ്സണൽ കളക്ഷൻ കാണാൻ വരുന്നുണ്ട് കേട്ടോ, എന്തൊക്കെയാണ് നമുക്ക് ഒരു ഹോം ടൂർ ചെയ്യാം. ഞാൻ എല്ലാം കാണിച്ചു കൊടുത്തേ. എന്റെ കയ്യിലേക്ക് ഇപ്പോ ഒരു 500 സാരീസ് ഉണ്ട്. വാവ്, അടിപൊളി. അത്ര വർഷം കളക്ഷൻ ജ്വല്ലറീസ് അങ്ങനെ.